അപ്പോൾ നമ്മളത് നമ്പർ സീരീസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്പർ സീരീസ് റീസണിങ്ങിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സിമ്പിളാണ്, പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ നമുക്ക് ടൈം ഗ്യാപ്പിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്പർ സീരീസ്, ഇപ്പോൾ നോർമലി ഒരു നമ്പർ സീരീസ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3, 6, 9, 12 അടുത്തതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു നമ്പർ അവർ തന്നേക്കും, ചിലപ്പോൾ തന്നിക്കില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം, 18 എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ സീരീസിൽ നമുക്കൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ മിസ്സിംഗ് നമ്പർ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് ലോജിക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചവർ എന്താണ് ലോജിക്ക് ഉദ്ദേശിച്ചത്, ആ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 3, 6, 9, 12 ക്വസ്റ്റ്യൻ മാർക്ക്, അത് കഴിഞ്ഞ് 18 ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് 3x1 ആണ്, ഇത് 3x2 ആണ്, ഇത് 3x3 ആണ്, ഇത് 3x4 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും, 3x5 വരും. അതാരാണ്, 15. അത് കഴിഞ്ഞിട്ട് ഇത് 3x6. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടൊരു നമ്പർ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നി ഡിഫറൻസ് എടുത്ത് നോക്കും. വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ 2, നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ആക്കാം. 2, 4, 6, 8, 10. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു +2 പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒന്നിൽ നമുക്ക് നമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് നമുക്ക് നമ്പർ സീരീസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും സബ്ട്രാക്ഷൻ്റെ ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് നമുക്ക് എടുത്തിട്ട് ആ ഒരു നമ്പർ സീരീസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി അല്ലാതെ നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത്, ഒരു മിക്സ്ഡ് ആയിട്ട് അവർ നമ്പർ സീരീസ് നമുക്ക് തന്നേക്കും. 2 നമ്പർ സീരീസ് മിക്സ്ഡ് ആയിട്ട് അവർ തന്നേക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ 27, 32, 54, 64, 81, 96 ഇതൊക്കെ ഒരു നമ്പർ സീരീസിൽ ഒരു ഭാഗമായിട്ട് തന്നിട്ട് അടുത്ത നമ്പർ ഏതെന്ന് വെച്ചാൽ അവർ കണ്ടുപിടിക്കാൻ പറയും. അപ്പം 96 കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കൊടുക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 27ൻ്റെ 2 ടൈംസ് ആണ് നമ്മുടെ 54. ആ 54ൻ്റെ അടുത്ത നമ്പർ നമ്മൾ 64 സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത 81 നോക്കുമ്പോൾ അത് 27 × 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 96 സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് പോകുമ്പോൾ എന്ത് വരും, 27 × 4 വരും. 27 × 4 എന്ന് പറയുമ്പോൾ 108. അപ്പോൾ ഓൾട്ടർനേറ്റ് സീരീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ സീരീസിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഓൾട്ടർനേറ്റ് സീരീസ് ചോദിക്കാം, നമുക്ക് നമ്പേഴ്സിന് ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ഷനും അഡീഷനും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എവിടെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ലോജിക്കും മാക്സിമം പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു 15 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. നമ്പർ സീരീസിലെ സിമ്പിളായിട്ടുള്ളൊരു 15 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതായിരിക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അവരെന്ത് തന്നിരിക്കും, ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. സെലക്ട് ദ number from among the given options that can replace question mark in the following series. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. എന്തൊക്കെയാണ് സീരീസ്, 62 ഉണ്ട്, 74 ഉണ്ട്, 80 ഉണ്ട്, 86 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 95, പിന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്, അത് കഴിഞ്ഞിട്ട് 158. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ്. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഡിഫറൻസ് ഒബ്സർവ് ചെയ്ത് നോക്കാം നമ്പേഴ്സിനിടയിലുള്ള. അപ്പം 62ൻ്റെയും 74ൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നമുക്ക് 12 ആണ്. അടുത്ത 74ൻ്റെയും 74ൻ്റെയും 80യുടെ ഇടയിലുള്ള ഡിഫറൻസ് വീണ്ടും 6 ആണ്. 80യുടെയും 86ൻ്റെ ഡിഫറൻസ് വീണ്ടും 6 ആണ്. 86, 95 ഡിഫറൻസ് 9 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ്, അത് നമുക്ക് ആ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഡിഫറൻസ് തന്നെ നമുക്കൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. 12, 6, 6, 9. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ 12, 6 ഈ ഫസ്റ്റ് 12 നിന്ന് 6ലോട്ട് പോകാനായിട്ട് 12 × 1/2 അല്ലെങ്കിൽ 0.5 ആണ് 6 എന്ന് പറഞ്ഞാൽ. 12 × 0.5 ആണ് 6. അത് കഴിഞ്ഞാൽ 6 നിന്ന് 6ലോട്ട് പോകാൻ നമ്മൾ × 1 ചെയ്താൽ മതി. 6 നിന്ന് 9ലോട്ട് പോകാനായിട്ട് നമ്മൾ 1.5 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 നിന്ന് അടുത്തതിലോട്ട് പോകാനായിട്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്യണം, 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു 0.5ൻ്റെ ഇൻക്രീസ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത ഡിഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ 9 × 2 ആയിരിക്കും. അപ്പം അടുത്ത ഡിഫറൻസ് നമ്പർ 18. അപ്പം
95ന്റെ കൂടെ 18 ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. അപ്പം 95ന്റെ കൂടെ 18 ആഡ് ചെയ്താൽ നമ്മൾ അടുത്ത നമ്പർ കിട്ടും. അടുത്ത നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 113 എന്ന് കിട്ടും. 113. അപ്പോൾ ഓപ്ഷൻ നോക്കുക, നമുക്ക് ആ ഒരു 113 ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം ഓപ്ഷൻ ഡി 113. അപ്പം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഡിഫറൻസ് എടുത്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന്. ആ ഡിഫറൻസ് എടുത്ത് നോക്കിയിട്ട് നമുക്കൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഡിഫറൻസുകൾക്കിടയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുത്തെ ഡിഫറൻസ് 12, 6, 6, 9, 18. ആ ഒരു നമ്പേഴ്സിനിടയിൽ ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 6 ആകും. 6നെ വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ആകും. വീണ്ടും ഒരു 0.5 ഇൻക്രീസ് ചെയ്തിട്ട് 1.5 കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്താൽ 9 ആവും. ആ 9 തന്നെ നമ്മൾ 1.5ന് വീണ്ടും 0.5 ആഡ് ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് 18 കിട്ടും. ആ 18 കൊണ്ട് 95നെ ആഡ് ചെയ്താൽ നമുക്ക് ആ മിസ്സിംഗ് നമ്പർ ആയിട്ടുള്ള 113 നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ സീരീസ് ആണ് 24, 27, 32, 39, ക്വസ്റ്റ്യൻ മാർക്ക് 63. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു പാറ്റേൺ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ സീരീസിൽ നമ്മൾ പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് 27 കഴിഞ്ഞാൽ 24 കഴിഞ്ഞാൽ 27 ആണ്. എത്ര ഡിഫറൻസ് ഉണ്ട് ഇവിടെ? 3 ആണ് ഡിഫറൻസ്. വീണ്ടും 27 കഴിഞ്ഞാൽ അടുത്ത ഡിഫറൻസ് അടുത്ത നമ്പർ 32 ആണ്. ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 5 വരുന്നുണ്ട്. 32 കഴിഞ്ഞാൽ 39 ആണ്. അവിടെ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 7 വരുന്നുണ്ട്. നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? 3, 5, 7 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 3, 5, 7 പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഗ്രാജുവലി അടുത്ത പ്രൈം നമ്പർ ആരാണ്? 11 ആണ്. 11 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. 39ഉം 11ഉം നമുക്ക് എത്ര കിട്ടും? ഒന്ന് പോകും മുകളിൽ നമുക്ക് 5 എന്ന് കിട്ടും. 50 എന്ന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ മാർക്കിലെ നമ്പർ. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ ഉണ്ട് 50. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ അടുത്ത 63 ചെക്ക് ചെയ്ത് നോക്കാം. 11 പ്രൈം നമ്പർ ആണെങ്കിൽ അടുത്ത പ്രൈം നമ്പർ എത്രയാ? 13 ആണ്. 15ന്റെ കൂടെ നമ്മൾ 13 ആഡ് നമുക്ക് എന്ത് കിട്ടും? 63 കിട്ടും. ആ പാറ്റേൺ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് വരുന്നത്. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമ്പർ സീരീസ് എന്താ? 5, 35, 7, 63, 9, ക്വസ്റ്റ്യൻ മാർക്ക് അടുത്ത 11. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത നമ്പർ സീരീസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ്. നമ്പർ സീരീസിൽ ഡിഫറൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ ഡിഫറൻസ് നമുക്ക് എടുക്കുമ്പോൾ വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ 35 ഇടയിൽ നമ്മൾ എടുക്കുമ്പോൾ 30 വരും. ഇവിടെ നമുക്ക് വീണ്ടും വലിയ നമ്പർ വരുന്നുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറൻസ് അല്ല നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 35 കിട്ടും. അതേ കണക്ക് തന്നെ ഈ 7ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 63 കിട്ടും. അപ്പം അതേ കണക്ക് തന്നെ ആയിരിക്കും ഈ 9ഉം 11ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഇടയിലുള്ള നമ്പറായിട്ടുള്ള 99 കിട്ടും. ഓപ്ഷൻ ബി ആയിട്ടുള്ള 99 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കാരണം നമുക്ക് ഈ തന്നിരിക്കുന്ന സീരീസ് അങ്ങനത്തെ ഒരു സീരീസ് ആണ്. 5 × 7 ചെയ്യുമ്പോൾ മിഡിൽ നമ്പറായിട്ടുള്ള 35 കിട്ടുന്നുണ്ട്. അടുത്ത 7 × 9 അത് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ നമ്പറായിട്ടുള്ള 63 കിട്ടുന്നുണ്ട്. അടുത്തത് 9 × 11 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ നമ്പറായിട്ടുള്ള 99 എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നമ്പേഴ്സ് വന്നിട്ടുള്ളത് 345, 345, 345 ഉണ്ട്, 334 ഉണ്ട്, 320, 303, 283, 260, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ നമ്പർ സീരീസ് ഡിക്രീസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. എത്രയാണ് നമുക്ക് ആ നമ്പർ സീരീസ് ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് രണ്ട് നമ്പേഴ്സിനിടയിൽ നമുക്ക് 11 ഡിഫറൻസ് അല്ലെ 11ന്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സിനിടയിൽ നമുക്ക് 14ന്റെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 17 ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 20 ഉണ്ട്. പിന്നെ 23 ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ ഡിഫറൻസുകൾ വെച്ചിട്ട് നമുക്ക് അടുത്ത നമ്പർ ഗസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നോക്കാം. 11ന്റെ കൂടെ ഇവിടെ വീണ്ടും +3 ചെയ്താൽ നമുക്ക് 14 ആയി.
വീണ്ടും +3 ചെയ്താൽ 17 ആയി, +3 ചെയ്താൽ 20 ആയി, +3 ചെയ്താൽ 23 ആയി. അപ്പോൾ ഗ്രാജുവലി അടുത്ത നമ്പർ 26 ആയിരിക്കും. കാരണം +3 ചെയ്യുമ്പോൾ 23യുടെ കൂടെ നമ്മൾ +3 ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? 26 ആയിട്ട് വരും. അപ്പം ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 260യുടെ കൂടെ 26 ആഡ് ചെയ്യുക, ആഡ് ചെയ്യല്ല, സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നമ്പർ കിട്ടും. കാരണം നമ്മുടെ നമ്പർ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 260യിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ആയിട്ടുള്ള 26 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 234 കിട്ടും. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ നമ്പർ സീരീസ് ഡിക്രീസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ കുറയ്ക്കേണ്ടി വന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത നമ്പർ സീരീസ് ആണ് 19, 23, 32, 48, 73, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിലുള്ള ഒരു നമ്പർ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. നോക്കുക, ഡിഫറൻസ് എടുക്കുക. 19നും 23നും ഇടയ്ക്ക് നമുക്ക് എത്ര ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 4 ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. +4 ചെയ്ത് നമുക്ക് 23 കിട്ടും 19ൻ്റെ കൂടെ. വീണ്ടും പ്ലസ് എത്ര ചെയ്യണം? നമ്മൾ +9 ചെയ്യണം. 32ഉം 48 ഇടയ്ക്ക് പ്ലസ് നമ്മൾ എത്ര ചെയ്യണം? 16 ചെയ്യണം. 48ഉം 73 നമ്മൾ +25 ചെയ്യണം. ആക്ച്വലി ഈ കിട്ടുന്ന ഡിഫറൻസ് നമ്പേഴ്സ് എല്ലാം സ്ക്വയർ നമ്പേഴ്സാണ്. 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. അപ്പോൾ ഗ്രാജുവലി അടുത്ത നമ്പർ എന്തായിരിക്കും? +6 സ്ക്വയർ ആയിട്ടുള്ള 36 ആയിരിക്കും. അപ്പോൾ 73യുടെ കൂടെ നമ്മൾ 36 ആഡ് ചെയ്താൽ നമ്മൾ അടുത്ത നമ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. 6 + 3 9, 7 + 3 10, 109 ആയിരിക്കും നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്യാൻ വരുന്ന നമ്പർ. 109 ഓപ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ ഉണ്ട്, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് കണക്ക് നമുക്ക് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഡിവിഷൻ ആയിരിക്കും, ചിലപ്പോൾ ഫ്രാക്ഷനായിട്ട് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണോ തന്നിരിക്കുന്ന ലോജിക്ക് അത് നമ്മൾ ആലോചിച്ചെടുക്കുക. അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. സീരീസ് ബാക്കിലോട്ട് PPT ബാക്കിലോട്ട് പോയി. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ് ചെയ്തത്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 109. ഇനി നമുക്ക് 6ലോട്ട് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്പർ സീരീസ് 24 ഉണ്ട്, 40 ഉണ്ട്, 64 ഉണ്ട്, 104 ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് നമ്പർ ആയിട്ടുള്ള 270. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. എന്ത് ലോജിക്ക് നമുക്ക് ആലോചിച്ചെടുക്കാം? ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോർമൽ ഡിഫറൻസ് എടുത്താൽ കിട്ടില്ല. നോക്കിയാൽ നമുക്ക് കിട്ടും. 24ഉം 40യും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് 64 കിട്ടും. എന്ന് വെച്ചാൽ 24 + 40 ചെയ്താൽ നമുക്ക് അടുത്ത നമ്പറായിട്ടുള്ള 64 കിട്ടും. അതേ കണക്ക് 40യും 64ഉം ആഡ് ചെയ്താൽ അടുത്ത നമ്പേഴ്സ് ആയിട്ടുള്ള 40യും 64ഉം ആഡ് ചെയ്താൽ അടുത്ത നമ്പറായിട്ടുള്ള 104 കിട്ടും. അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് അടുത്ത നമ്പർ 64ഉം 104ഉം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പറായിട്ടുള്ള 168 നമുക്ക് കിട്ടുന്നതായിരിക്കും. 168 ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്ത് വരുന്ന നമ്പർ 168. അപ്പോൾ ഈ 168ൻ്റെ കൂടെ നമുക്ക് വീണ്ടും 104 ആഡ് നമുക്ക് എന്ത് കിട്ടും? 272 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോജിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? തൊട്ടടുത്ത നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കിട്ടുന്ന ആൻസർ 168 ആണ്. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ഡി ഉണ്ട്, 168. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ സീരീസ് 16, 31, 156. അടുത്തത് ക്വസ്റ്റ്യൻ മാർക്ക്, അത് കഴിഞ്ഞിട്ട് 3906. ഇതാണ് നമ്മുടെ നമ്പർ സീരീസ്. നമുക്ക് വീണ്ടും പാറ്റേൺ ഒബ്സർവ് ചെയ്ത് നോക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു നമ്പർ സീരീസിലെ പാറ്റേൺ അല്ലെങ്കിൽ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് 6 ആണ്. 6 കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 5 + 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ 6 കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്പർ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതേ ലോജിക്കിലാണെങ്കിൽ ഈ കിട്ടിയ നമ്പറായിട്ടുള്ള 6 × അതേ 5 വീണ്ടും +1. 6 × 5 30 ആണ്. 30 + 1 31. അപ്പം വീണ്ടും ഇതേ ലോജിക്ക് ഒബ്സർവ് ചെയ്യുക. കിട്ടിയ 31 നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ 1 വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 31 × 5 + 1 നമുക്ക് ചെയ്യുമ്പോൾ 156 കിട്ടും.
വീണ്ടും സെയിം ലോജിക് അപ്ലൈ ചെയ്യുക. 156നെ വീണ്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കൂടെ എന്ത് ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ഒന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നമ്പറായിട്ടുള്ള 781 കിട്ടും. വീണ്ടും ലാസ്റ്റ് നമ്പറായിട്ടുള്ള ഈ 3906 കിട്ടാനായിട്ട് ഈ കിട്ടിയ നമ്പറായിട്ടുള്ള 781 ഇൻറ്റു 5 ചെയ്യുക, അതിൻ്റെ കൂടെ +1 ചെയ്യുക. നമുക്കപ്പോൾ എന്ത് കിട്ടും? 3906 കിട്ടും. അപ്പം നമ്മുടെ ലോജിക്കലി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? 781 ആണ്. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ എ ഉണ്ട്. ഓപ്ഷൻ എ ആയിട്ടുള്ള 781 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ 33, 47, 44, 58, 56, 70, 69, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമ്മുടെ നമ്പർ സീരീസ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ആ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്തെടുക്കാം? 33യും 47 ഇടയ്ക്ക് നമ്മളൊരു +14 ചെയ്യുന്നുണ്ട് അല്ലേ? 47നും 44 ഇടയ്ക്ക് നമ്മൾ അതേ സമയത്ത് ഒരു -3 ചെയ്യുന്നുണ്ട്. അടുത്ത 44നും 58നും ഇടയിൽ നമ്മൾ വീണ്ടും അതേ 14 ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മളൊരു -3 ചെയ്യുന്നുണ്ട്. -3 അല്ലല്ലോ, 56 -3 അല്ല, -2 ചെയ്യുന്നുണ്ട്. രണ്ടാണ് കുറയുന്നത്. 58നും 56നും ഇടയിൽ നമ്മൾ 2 കുറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 56നും 70ക്കും ഇടയിൽ നമ്മൾ വീണ്ടും +14 ചെയ്യുന്നുണ്ട്. വീണ്ടും 70ക്കും 69 നമ്മൾ 1 കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ 14 ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ 3 കുറയ്ക്കുന്നു. വീണ്ടും 14 ആഡ് ചെയ്യുന്നുണ്ട്, 2 കുറയ്ക്കുന്നു. വീണ്ടും 14 ആഡ് ചെയ്യുന്നുണ്ട്, 1 കുറയ്ക്കുന്നു. അപ്പോൾ അടുത്ത നമ്പർ നമ്മൾ എങ്ങനെ കിട്ടും? 14 ആഡ് നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ 69ൻ്റെ കൂടെ നമ്മൾ അടുത്ത നമ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻസ് നമ്പറായിട്ടുള്ള 14 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ എന്ത് കിട്ടും? 83 എന്ന് കിട്ടും. 3 വരും, 8 വരും. 83 ആയിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഡി ആണ് ഓപ്ഷൻ. അതാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നത്. 14 ആഡ് ചെയ്യുന്നുണ്ട്, 3 കുറയ്ക്കുന്നുണ്ട്, 14 ആഡ് ചെയ്യുന്നുണ്ട്, 2 കുറയ്ക്കുന്നുണ്ട്, വീണ്ടും 14 ആഡ് ചെയ്യുന്നുണ്ട്, 1 കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവലി അടുത്ത നമ്പർ നമുക്ക് എങ്ങനെ കിട്ടും? 14 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പർ കിട്ടും. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ? 6 ഉണ്ട്, 54, 378, അത് കഴിഞ്ഞാൽ 1890. ലാസ്റ്റ് നമ്പർ നമുക്കില്ല, അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ? ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 54 ആണ്. നമുക്ക് എങ്ങനെ 54 ഇവിടെ കിട്ടും? ഈ ഫസ്റ്റ് നമ്പറായിട്ടുള്ള 6ൻ്റെ കൂടെ നമ്മൾ 9 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 54 കിട്ടും. അടുത്ത നമ്പറായിട്ടുള്ള 378 എങ്ങനെ കിട്ടും? ഈ കിട്ടിയ 54ന് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 378 കിട്ടും. അടുത്ത നമ്പർ ഈ കിട്ടിയ 378ന് 9 കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓഡ് നമ്പർ 7 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1890 കിട്ടും. ഗ്രാജുവലി അടുത്ത നമ്പർ എന്തായിരിക്കും? 1890. കിട്ടിയ നമ്പറിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അടുത്ത ഓഡ് നമ്പറായിട്ടുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 0 0. ഇവിടെ 7 വരും, പിന്നെ ഇവിടെ 6, ലാസ്റ്റ് 5. 5670 ആയിരിക്കും നമ്മുടെ മിസ്സിംഗ് നമ്പർ. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ എയിലുണ്ട് 5670. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്. നമുക്കിനി 10th ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ 12 ഉണ്ട്. നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് ആയിരുന്നു, ഗ്രീൻ ആക്കാം. 12 ഉണ്ട്, 12, 24, 36, 60, 96, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ സീരീസിൻ്റെ ആ ഒരു മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും 12, 24 കൂടെ കൂട്ടിയാൽ നമുക്ക് 36 കിട്ടും. അത് കണക്ക് 36ഉം 24 കൂടെ കൂട്ടിയാൽ നമുക്ക് 60 കിട്ടും. അത് കണക്ക് തന്നെ 60ഉം 36ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 96 കിട്ടും. സെയിം ഈ 60ഉം 96ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ട അടുത്ത നമ്പറായിട്ടുള്ള എന്ത് കിട്ടും? നമുക്ക് 156 കിട്ടും. അപ്പോൾ നമ്മുടെ മിസ്സിംഗ് നമ്പർ എത്രയാ? 156. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ഡി ഉണ്ട്, 156. അപ്പോൾ അതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമുക്കിനി 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ നമ്പർ സീരീസ് 6, 16, 40, 84, ക്വസ്റ്റ്യൻ മാർക്ക് 256. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നോക്കാം? ഡിഫറൻസ് ആദ്യം എടുത്ത് നോക്കാം. 6ൻ്റെയും 16ൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ആഡ് ചെയ്യാം? 10 ആഡ് ചെയ്യാം. 16ൻ്റെയും 40ൻ്റെ ഇടയിൽ നമുക്ക് എത്ര ആഡ് ചെയ്യാം? 24 ആഡ് ചെയ്യാം.
40ക്കും 84-നും ഇടയിൽ നമുക്ക് എത്ര ആഡ് ചെയ്യാം? 44 ആഡ് ചെയ്യാം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. 10-ന്റെയും 24-ന്റെയും 44-നും ഇടയിൽ. നമുക്ക് ഈ ഡിഫറൻസുകളുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 10-നും 24-നും ഇടയ്ക്ക് നമുക്ക് എത്ര ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 14 ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 24-ന്റെയും 44-നും ഇടയ്ക്ക് നമുക്ക് എത്ര ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 20 ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 6 ആഡ് ചെയ്താണ് നമുക്ക് ഡിഫറൻസ് പോകുന്നത്. അപ്പോൾ അടുത്ത ഡിഫറൻസ് നമുക്ക് എത്ര ആഡ് ചെയ്യാം? 6 ആഡ് ചെയ്യാം. അപ്പോൾ 26 കിട്ടും. അപ്പോൾ ഈ 26 നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 26-ൻ്റെ കൂടെ നമുക്ക് 44 ആഡ് ചെയ്യാം. 26-ൻ്റെ കൂടെ നമ്മൾ 44 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0, 1, 7 എന്ന് 70 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത നമ്പർ ആയിട്ടുള്ള 84 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എങ്ങനെ കിട്ടും? നമുക്ക് 84-ൻ്റെ കൂടെ നമുക്ക് ഈ കിട്ടിയ 70 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പ്ലസ് 70. അപ്പോൾ 4 വരും, 1, 5. അപ്പം 154 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്ത് വരേണ്ട നമ്പർ. അപ്പോൾ നോക്കുക, ഓപ്ഷൻ നോക്കുക, സി ഉണ്ട്, ഓപ്ഷൻ സി 154. അതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്ന നമ്പർ സീരീസ് എന്താണ്? 11, 10, 16, 39. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക്. 10, 11, 16, 39 ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് എന്താണ് നോക്കാം, ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 11 നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 11 × 1 - 1 സ്ക്വയർ എത്ര കിട്ടും? 10 കിട്ടും. 11 നമുക്ക് എടുത്തിട്ട് 11 × 1 - 1 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പറായിട്ടുള്ള 10 കിട്ടും. ഇനി ഈ കിട്ടിയ 10 നമുക്ക് സെയിം എടുക്കുക, ഇൻറ്റു 1-ന് പകരം 2 കൊടുക്കുക, മൈനസ് അതേ നമ്പർ നമുക്ക് സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 10 × 2 20 ആണ്. 20-ന്ന് 2 സ്ക്വയർ ആയിട്ടുള്ള 4 മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. അടുത്ത വീണ്ടും സെയിം നമ്പർ ആയിട്ടുള്ള 16 എടുക്കുക, ഇൻറ്റു എത്ര ചെയ്യുക? 1 എടുത്ത് 2 എടുത്ത്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 3 മൾട്ടിപ്ലൈ ചെയ്യുക, 3-ന്റെ സ്ക്വയർ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 39 കിട്ടും. വീണ്ടും സെയിം പാറ്റേൺ 39 എടുക്കുക, ഇൻറ്റു 4 ചെയ്യുക, എന്നിട്ട് 4 സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. എത്ര കിട്ടും? നമുക്ക് 34 × 4 കിട്ടുന്ന വാല്യൂ നിന്ന് 4 സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 140 എന്ന് കിട്ടും. 140 ഓപ്ഷനിലുണ്ടാകും നോക്കുക. ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ നമുക്ക് ഇത്രയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായ ലോജിക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. മാക്സിമം ചെയ്യാനുള്ളത് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഈ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതോറും നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നതോറും നമുക്ക് എന്ത് കിട്ടും? ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മാക്സിമം ഐഡിയയും അല്ലെങ്കിൽ മാക്സിമം ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളൂ, 13 പോവാം. അപ്പോൾ 13 നമുക്ക് തന്ന നമ്പർ സീരീസ് 35, 46, 62, 84, 113. ലാസ്റ്റ് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് വരും? നമുക്ക് പാറ്റേൺ ഒബ്സർവ് ചെയ്ത് നോക്കാം. 35-നും 46-നും ഇടയിൽ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നുണ്ട്? ഒരു 11 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് കണക്ക് തന്നെ 46-ന്റെയും 62-ന്റെയും നമ്മൾ എത്ര ആഡ് ചെയ്യുന്നുണ്ട്? ഒരു 16 ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും 62-ന്റെയും 84-നും ഇടയ്ക്ക് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നുണ്ട്? 22 ആഡ് ചെയ്യുന്നുണ്ട്. 84-ന്റെയും 113-യുടെ ഇടയിൽ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നുണ്ട്? ഒരു 22 എന്നല്ലേ പറഞ്ഞു? 22 ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 84-ന്റെയും 113-യുടെ ഇടയിൽ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നുണ്ട്? 29 ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഒബ്സർവിങ് പാറ്റേൺ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? താഴത്തെ ഡിഫറൻസ് കൂടെ നമുക്ക് നോക്കാം. താഴത്തെ ഡിഫറൻസ് എന്ത് വരും? 11-ന്റെയും 16-ന്റെയും ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 5-ന്റെ വ്യത്യാസം വരുന്നുണ്ട്. 16-ന്റെയും 22-ന്റെയും നമുക്ക് എത്ര വ്യത്യാസം വരുന്നുണ്ട്? 6-ന്റെ വ്യത്യാസം വരുന്നുണ്ട്. 22-ന്റെയും 29-ന്റെയും ഇടയ്ക്ക് എത്ര വ്യത്യാസം വരുന്നുണ്ട്? 7 വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇപ്പം അടുത്ത എത്ര വ്യത്യാസം വരും? 8-ന്റെ വ്യത്യാസം വരും. അപ്പം 29-ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37 എന്ന് കിട്ടും. അപ്പോൾ ഈ 37 നമ്മൾ എന്തിനോട് ആഡ് ചെയ്യുക? 113-യുടെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 113-യുടെ കൂടെ നമ്മൾ 37 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്യുന്ന നമ്പർ കിട്ടും. അപ്പോൾ 0, 1, 5, 1, 150 എന്ന് കിട്ടും. നോക്കുക, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ സി 150. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമുക്കിനി 14th ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് നമ്മുടെ സീരീസ്? 5, 6, 18, 23, 161, 170. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കിനി ഇവിടുത്തെ പാറ്റേൺ ഒബ്സർവ് ചെയ്യാം. ഈ 5 കിട്ടാനായിട്ട് നമ്മൾ 5 +
സോറി 5 അല്ല, നമുക്ക് കിട്ടുമ്പോൾ 6 കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5 + 1 ചെയ്യാം. അപ്പോൾ നമുക്ക് 6 കിട്ടും. അടുത്ത 6 ന്ന് 18 നമുക്ക് കിട്ടും. 6ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 18 കിട്ടും. ഇനി അവിടെ നിന്ന് 23 എങ്ങനെ കിട്ടും, 23 കിട്ടാനായിട്ട് ഈ കിട്ടിയ 18ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, 5 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 23 കിട്ടും. ഈ 23 അങ്ങനെ നമുക്ക് 161 കൊണ്ടുപോകാം. 23 നിന്ന് 161 ആക്കാനായിട്ട് ഈ കിട്ടിയ 23 നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 161 കിട്ടും. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്, പ്ലസ് ഇൻറ്റു പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. നമ്മൾ എന്നിട്ട് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള 1, 3, 5, 7 എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത എന്ത് വരും, അഡീഷൻ വരും. അപ്പോൾ 161ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, നമ്മൾ 9 ആഡ് ചെയ്യണം. അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 9 എത്ര കിട്ടും, 170 കിട്ടും. ഇവിടെ പ്ലസ് ചെയ്തു. അപ്പോൾ അടുത്ത എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 170 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന നമ്പർ എന്താണ്, അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 11 ആണ്. എത്ര കിട്ടും നമുക്ക്, 170 ഇൻറ്റു 11 ചെയ്യുമ്പോൾ 0, 17 ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് 1870 എന്ന് കിട്ടും. ഓപ്ഷൻ ചെക്ക് ചെയ്യുക, 1870 ഓപ്ഷൻ എ ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക്. നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു ഓഡ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഓഡ് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകും, 15th ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. എന്താണ് നമുക്കതിൻ്റെ നമ്പർ സീരീസ്, 27, 32, 54, 64, 81, 96, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ സീരീസ്. ഇവിടുത്തെ ലോജിക്ക് നമുക്ക് എങ്ങനെ എടുക്കാം, സിമ്പിളാണ്. ഇതൊരു ഓൾട്ടർനേറ്റ് സീരീസ് നമുക്ക് ചൂസ് ചെയ്യാം. 27 ഉണ്ട്, 27 × 2 ആണ് നമ്മുടെ 54. അതേ 27 × 3 ആണ് നമ്മുടെ 81. അതേ 27 × 4 ആയിരിക്കും നമ്മുടെ എന്ത്, മിസ്സിംഗ് നമ്പർ. അപ്പോൾ എന്തായിരിക്കും, 27 × 4 ചെയ്ത് നോക്കിയാൽ മതി. 27 × 4 ആയിരിക്കും നമ്മുടെ ആൻസർ. 108 ആയിരിക്കും നമുക്ക് കിട്ടുന്ന മിസ്സിംഗ് നമ്പർ. നോക്കുക, ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ എ 108. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എല്ലാം സിമ്പിൾ ടൈപ്പ് നമ്പർ സിസ്റ്റം ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി കുറച്ചും കൂടെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുന്നതാണ്.